എൻ്റെ പേര് കിരൺ ജോസഫ്. എൻ്റെ പേര് മിനു. ഞങ്ങളിവിടെ സ്കൈലൈൻ ഐവി ലീഗിലാണ്. കമ്മ്യൂണിറ്റി ഭയങ്കര അടിപൊളിയാണ് ആക്ച്വലി. കുട്ടികൾക്കാണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും ഇപ്പോൾ ഞങ്ങളെ പോലുള്ളവർക്കാണെങ്കിലും ഭയങ്കര നല്ല കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് മേടിച്ചാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ അന്വേഷിച്ചു തുടങ്ങിയത് ഫ്ലാറ്റ്. ഞങ്ങളുടെ തന്നെ ഫ്രണ്ട്സ് 2-3 പേര് ഇവിടെ സ്കൈലൈനിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇൻറ്റീരിയർ ഒക്കെ പോയി കാണുമ്പോൾ അതിലെ ഒരു ഫ്രണ്ട് ചെയ്തത് ഐഡ ഹോം സെൻറ്ററിൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. ഇൻറ്റീരിയർ വൈസ് ആണെങ്കിലും കുറേ റിക്വയർമെൻറ്റ്സ് ഞങ്ങൾക്കും കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി കണ്ടതും ഇതുവരെയുള്ള ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ താമസിച്ചതും വന്നതുമായിട്ടുള്ള കുറേ വീടുകളിലൊക്കെ വെച്ചിട്ട് ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഒരെണ്ണം ചെയ്യണമെന്നായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. അതെ, നമ്മൾ ആക്ച്വലി കുറേയിടത്ത് താമസിച്ചിട്ടുണ്ട് ഫ്ലാറ്റുകളിൽ. ഇൻറ്റീരിയർ പലയിടത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐഡിയ ആയിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു നമ്മൾ പറയുന്നത് കുറച്ചും കൂടെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തോന്നി. അങ്ങനെയാണ് നമ്മൾ ഐഡിയയിലെത്തിയത്. ഡൈനിങ് സ്പേസ് ഒരു ഇച്ചിരി ഏരിയ കൂടുതലുണ്ട്. അപ്പോൾ നമുക്കൊരു 2 ലിവിങ് സ്പേസ് പോലെ നമുക്ക് വേണമായിരുന്നു ഈ വീട്ടിൽ. അപ്പോൾ അത് നമ്മൾ ഐഡിയ ആയിട്ട് സംസാരിച്ചപ്പോഴേ അവരത് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ ഒരു ലൈബ്രറി യൂണിറ്റ് വിത്ത് TV അങ്ങനെ അതൊരു നമുക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതേപോലെ തന്നെ കിച്ചൺ ആണെങ്കിലും അതെ, നമുക്ക് മൊത്തത്തിൽ ഒരു കണ്ടംപററി തീമായിരുന്നു ഇതിനകത്ത് പറയുന്നത്. വുഡ്, ഗ്ലാസ്, കുറച്ച് കളർഫുൾ എലമെൻറ്റ്സ്, ബ്ലാക്ക്, അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ആയിരുന്നു ഞങ്ങളതിനകത്ത് മെയിൻലി. അതെല്ലാം നൈസ്ലി അവർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് തന്നു. പിന്നെ ഒരു കിച്ചൻ്റെ നടുക്കൊരു ഐലൻഡ്, അതൊക്കെ അവർ നല്ല രീതിക്ക്, ഐലൻഡിൻ്റെ താഴെ സ്റ്റോറേജ് ഞാൻ മസ്റ്റായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ തന്നെ അവർ നല്ല രീതിക്ക് ചെയ്തു തന്നിരുന്നു. അതെ, ഇതിൽ ഭംഗിയുടെ കൂടെ തന്നെ വേറൊരു മെയിൻ ആസ്പെക്ട് ആണ് ഇതിനകത്ത് യൂസബിലിറ്റി, ഫങ്ഷണൽ. അത് ഒത്തിരി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സ്ലൈഡിങ് ഡോർ തന്നെ ഞങ്ങൾ കിച്ചണിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു അല്ലാതെ തുറക്കുന്ന ഒരു ഹിഞ്ചുള്ളൊരു ഡോറിനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ അതിന് പകരം അവർ തന്നെ സജസ്റ്റ് ചെയ്തൊരു ഓപ്ഷനാണ് സ്ലൈഡിങ് ഡോർ. അതൊരു വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മറ്റതിനെക്കാട്ടും എനിക്ക് കൂടുതൽ ഐഡിയ നല്ലതായിട്ടിരിക്കുന്നത് ഇവരുടെ ഈ എത്ര റിവിഷൻസ് ആണെങ്കിലും നമ്മുടെ ഐഡിയാസ് പറഞ്ഞാൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഒരു മടി ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത്. എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആണ്. എത്ര റിവിഷൻസ് വേണമെങ്കിലും അവർ ചെയ്തു തരും. അവരുടെ 3D ആണെങ്കിലും വളരെ വിഷ്വലി അപ്പീലിംഗ് ആയിരുന്നു. അതെ, കുട്ടികൾക്കും ആ റൂമും ആ സ്പേസും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവർ ഒത്തിരി എൻജോയ് ചെയ്യുന്നൊരു സ്പേസായി മാറി. നമുക്ക് ആക്ച്വലി കുട്ടികളുടെ റൂം നല്ല ഹൈലൈറ്റ് ആയിട്ട് തന്നെ പറയാം. നല്ല സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്തു തരാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഒത്തിരി അലമാരകളും ഈ സ്പേസിൽ കുട്ടികളുടെ സ്റ്റഡി ടേബിൾ, പിന്നെ ബങ്ക് ബെഡ്, പിന്നെ ഞങ്ങൾക്കൊരു വിൻഡോയുടെ അടുത്തൊരു സീറ്റ്, ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പറയുക മാത്രമാണ് ചെയ്തത്. അവരാണ് ആക്ച്വലി അത് എവിടെയൊക്കെ അത് പ്ലേസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർ നമുക്ക് റിട്ടേൺ 3D വരച്ച് തരികയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ടൈല്, ഞാനിപ്പോൾ കിച്ചൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഞങ്ങൾക്ക് ടൈലിങ്ങിൻ്റെ ഒരു അഡീഷണൽ റിക്വയർമെൻറ്റ് വന്നു. ഞങ്ങൾക്ക് ഇവിടെ ആളെ ടൈമിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞാൻ അതും ഐഡിയനെ തന്നെയായിരുന്നു അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അവർ അത് കറക്റ്റ് സമയത്ത് ആളെ അറേഞ്ച് ചെയ്ത് അവരുടെ കൂടെ നിന്ന് അത് വർക്ക് ചെയ്യിച്ചു തന്നു. പെയിൻറ്റിങ്ങിന് നമുക്ക് കുറച്ച് അഡീഷണൽ റിക്വയർമെൻറ്റ് അത് അവർ ചെയ്തു തന്നു. നമ്മളെപ്പോലെ ഒരു ഫസ്റ്റ് വീട് പണിയുന്ന ഒരാൾക്ക് ഒരിക്കലും എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റണമെന്നില്ല നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച്. അപ്പോൾ അത് നമുക്ക് പണിത് വരുമ്പോഴായിരിക്കും അതിൻ്റെ പല റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ അതിന് ഇവരൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ, നോട്ട് ജസ്റ്റ് ഇൻറ്റീരിയർ ബട്ട് ഒരു ടോട്ടൽ ഹോം ഇൻറ്റീരിയർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റീരിയർ ഇതുപോലെയാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ് ഇങ്ങനത്തെ ഒരു സിനാരിയോസിൽ. നമ്മളൊരു വുഡ് തീമാണ് ആക്ച്വലി യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്ലോറിംഗ് ആണെങ്കിലും വുഡാണ്. അപ്പോൾ അതിൻ്റെ കളർ സെലക്ട് ചെയ്യാനായിട്ടും എല്ലാം ഒരു മാച്ചിങ് ഇതിലേക്ക് വരാനായിട്ടും
പിന്നെ നമ്മുടെ വാൾസ് ആണെങ്കിലും വൈറ്റ് അല്ല നമ്മൾ കളർ വെച്ചിരിക്കുന്നത്, വേറൊരു കളറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ പെയിൻറ്റിങ്സ് വെക്കാനും ഫോട്ടോ കൊളാഷ് വെക്കാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും എല്ലാം തന്നെ അവരാണ്. ഓവറോൾ നമ്മുടെ ഇന്റീരിയറിനെ വെച്ച് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നമ്മുടെ ഡ്രീം ഹോം സക്സസ്ഫുള്ളി ഇത്രയ്ക്ക് നല്ല രീതിക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയതിന് താങ്ക് യു.